എത്രത്തോളം ഇന്ത്യ എടുത്തുള്ള നടപടികൾ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ. നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ് ഇന്ത്യ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യ എടുത്തിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത്. ഒന്ന്, അവിടെ ഔദ്യോഗികമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥരെയൊക്കെ തിരിച്ചു വിളിക്കുക. അതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം. 2, പാകിസ്ഥാനികളായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യം 48 മണിക്കൂറിനകം അവർ രാജ്യം വിട്ടുകൊള്ളുക എന്നുള്ളതാണ് രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്തതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനം, നമ്മൾ യുദ്ധസമയത്ത് പോലും ഇതുവരെയും കൈക്കൊള്ളാത്ത 1960-ൽ സന്ധി ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഒരു നിമിഷം പോലും ആ കരാർ ലംഘിക്കാത്ത ഇന്ത്യ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, വെള്ളവും ജലവും ഒരുമിച്ചൊഴുകുകയില്ല എന്നും ആ കരാർ തങ്ങൾ കെപ്റ്റിൻ അബേൽസിൽ വെക്കുന്നു, തൽക്കാലം മരവിപ്പിച്ച് നിർത്തുന്നു, നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. സിന്ധു നദീജല കരാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിന്ധു നദീജല കരാർ എന്ന് പറയുന്ന 1960-ൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ആണ് ഒപ്പുവെക്കുന്നത്. 6 നദികളിൽ ബിയാസ്, സത്ലജ്, രവി എന്നീ നദികളുടെ നിയന്ത്രണം പ്രധാനമായും ഇന്ത്യക്കാണ്. എന്നാൽ 3 നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 3 നദികളായ സത്ലജ്, അതുപോലെ തന്നെ രവി, സിന്ധു നദികളുടെ നിയന്ത്രണം പൂർണ്ണമായും പാകിസ്ഥാനാണ്. അവിടെ തന്നെയും ഇന്ത്യക്ക് ജലഗതാഗതത്തിനും വൈദ്യുത പരമായിട്ടുള്ള ഉൽപ്പാദനത്തിനും ഒക്കെ ഇത് ഉപയോഗിക്കാമെന്നുള്ള വ്യവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വ്യവസ്ഥ ഏതാണ്ട് 1960-കളിൽ ലോകബാങ്കിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത്. അതുവരെ വളരെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഉടമ്പടി കൊണ്ടുവന്നപ്പോൾ പിന്നീട് അമേരിക്ക അതിനെ വിശേഷിപ്പിച്ചത് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നദീജല കരാറുകളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിച്ചത്. കാരണം നിരവധി 3 യുദ്ധങ്ങളെ ഈ കരാർ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പോഴൊന്നും ഇതിനൊരു ഉടമ്പടി, ഈ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഈ കരാർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യക്ക് ഒരു നിവൃത്തിയും ഇന്ത്യയുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യ തന്ത്രപരമായി 2 നദികളിൽ, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പാകിസ്ഥാനിലേക്ക് പോകുന്ന, പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള 2 പ്രധാനപ്പെട്ട നദികളിൽ ഇതിനോടകം തന്നെ 2 ജലവൈദ്യുത പദ്ധതികൾ ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ, അല്ലെങ്കിൽ ഈ നദീജല പ്രദേശത്ത് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള വൈദ്യുതജല പദ്ധതികൾ തടസ്സപ്പെടുത്തുവാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തി. അവരത് അന്തർദേശീയ നീതിന്യായ കോടതിയിൽ വരെ വിഷയം കൊണ്ടുപോയി അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്താനൊക്കെ നോക്കി. പക്ഷേ അവിടെ നിന്ന് അവസാനം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് വന്നത്. കാരണം പാകിസ്ഥാൻ അർഹമായിട്ടുള്ള ജലം അപ്പോഴും കൊടുക്കുന്നുണ്ട്, ഇന്ത്യ അതിൻ്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല, ജലം ലഭ്യമാക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഉറപ്പായും അത് അവിടുത്തെ ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കാമെന്നുള്ള കരാറിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാരണം കൊണ്ട് അന്തർദേശീയ രംഗത്തെ രാജ്യങ്ങളും അതുപോലെ തന്നെ കോടതികളും ഒക്കെ, അന്തർദേശീയ നീതിന്യായ കോടതിയും ഒക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരുടെ രക്തം വെച്ച് കളിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്ക് ഇതാ പിൻവലിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും കൂടി ഒത്തുപോകില്ല. ഞങ്ങളുടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ രക്തം ഈ മണ്ണിൽ ചിന്തിക്കൊണ്ട് ഞങ്ങൾ നൽകുന്ന സൗജന്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ജലം അവിടേക്ക് നൽകേണ്ടുന്ന യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, നമ്മുടെ നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള ജലമാണ്. പക്ഷെ മാനുഷികപരമായ പരിഗണന വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ജലം അങ്ങോട്ടേക്ക് നൽകുന്നതിന് തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് അയൂബ് ഖാനുമായി ഇരുന്ന് സന്ധി ചെയ്തത്. അവർ പറഞ്ഞത് കാരണം നിരന്തരമായി അവിടുത്തെ ജനങ്ങൾക്ക് വരൾച്ചയും പട്ടിണിയും ക്ഷാമവും ഒക്കെ ഉണ്ടായപ്പോൾ ഈ ജലത്തെ തടസ്സപ്പെടുത്താതെ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ നന്നായി വരട്ടെ, ആ പ്രദേശം അഭിവൃദ്ധിപ്പെടട്ടെ, സമാധാനത്തിലേക്ക് വരട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് അയൂബ് ഖാനുമായി ഈ സന്ധി ഒപ്പുവെച്ചത്. പക്ഷേ എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നിരന്തരമായി ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും ഇപ്പോൾ നിരന്തരമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരാക്രമണങ്ങളും ഒക്കെ കൊണ്ട് ഇന്ത്യ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് നമ്മൾ കെപ്റ്റിൻ അബേൻസിൽ വെച്ചിരിക്കുന്നു. ആ ഉടമ്പടി ഒരിക്കലും ഇനി തങ്ങൾ ആ ഉടമ്പടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് നൽകി മാത്രമല്ല, നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാന് കൊടുക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുമെന്ന്. അങ്ങനെ വന്നാൽ ആണവായുധം ഇന്ത്യ പാകിസ്ഥാന് മുകളിൽ പ്രയോഗിക്കുന്നതിനേക്കാൾ വലിയ പ്രഹരമായിരിക്കും അവരുടെ സാമ്പത്തിക അവസ്ഥയിലും അവരുടെ ജനജീവിതത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മുടെ പാകിസ്ഥാനികളെ വിട്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. കാരണം ഉടനെ അവർ റിട്ടാലിയേറ്ററി ആയിട്ട് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ അവർ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ ചില നടപടികൾ പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞത്, ഇന്ത്യക്കാർ വിട്ടുപോകണം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ജോലി അന്വേഷിച്ച് പോകേണ്ടുന്ന കാര്യമൊന്നുമില്ല. മാത്രമല്ല പാകിസ്ഥാനിൽ അവരാരും അങ്ങനെ ജോലി കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ആരെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ മടങ്ങി വരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളവർ പലരും അങ്ങനെ അല്ല എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പിന്നെ നയതന്ത്രപരമായി അവരുടെ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇന്ത്യക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവരെ കാറ്റും കൊണ്ട് പൊടിയും അടിച്ചിരിക്കേണ്ട കാര്യമില്ല, അവർക്ക് തിരിച്ചു വിളിക്കാം. ഇനിയിപ്പോൾ ഏറ്റവും രസകരമായൊരു കാര്യം, ഈ സിംല കരാറിൽ നിന്ന് മാറിയത് കൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കുക. സിംല കരാറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം നമ്മൾ പിടിച്ചെടുത്ത കുറേ പ്രദേശങ്ങൾ നമ്മുടെ ഒരു മാനുഷിക പരിഗണന വെച്ച് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ കുറേ പട്ടാളക്കാരെ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച പട്ടാളക്കാരെ സമാധാനപൂർവ്വം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അതുകൂടാതെ അതിർത്തി പ്രദേശത്ത് ഷെല്ലാക്രമണങ്ങളോ അല്ലാതെയുള്ള പട്രോളിങ്ങോ ഒക്കെ നടത്തുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറണം എന്നുള്ള തീരുമാനങ്ങളാണ് ഇരു രാജ്യങ്ങളും കൈക്കൊണ്ടത്. മാത്രമല്ല പാക് ഓക്കുപൈഡ് നിയന്ത്രണ രേഖയിൽ രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. 2-3 പേജ് മാത്രമേ ഈ സിംല എഗ്രിമെൻ്റ് ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. ശരി, പാകിസ്ഥാൻ നിയന്ത്രണ നമ്മൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള യഥാർത്ഥത്തിലുള്ള തർക്ക പ്രദേശങ്ങളിൽ നിന്ന് പലപ്പോഴും ഇനി ഞങ്ങൾ സമാധാനം കാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇന്ത്യക്ക് വല്ല നഷ്ടവും ഉണ്ടാകുന്നുണ്ടോ? ഇന്ത്യക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇന്ത്യക്കും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ഏത് പ്രദേശത്ത് കടന്നു കയറി ആക്രമണം നടത്തുന്നതിന് ഇനി ഈ കരാർ ഒരു വിഘാതമാവുകയില്ല എന്ന് നമ്മൾ ആലോചിക്കണം. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മേധാവിത്വമുള്ള സൈനിക ശക്തിയിലും ഒക്കെ സാമ്പത്തിക ശക്തിയുമായിട്ടൊക്കെ പാകിസ്ഥാന് മുകളിൽ ആധിപത്യമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യക്ക് അനുകൂലമായി മാത്രമേ മാറുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മാത്രമല്ല ഇനിയിപ്പോൾ തർക്കപ്രദേശമായിട്ടുള്ള സ്ഥലത്ത് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് നിയന്ത്രണ രേഖ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പാലിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പക്ഷേ അത് കൂടുതൽ അഡ്വാൻറ്റേജായി മാറുക ഒരു തർക്ക സമയത്ത് ഇന്ത്യക്കാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഇതുവരെ കൈക്കൊണ്ടുള്ള നടപടികളൊന്നും ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്ത്യ എടുത്തിട്ടുള്ള ഒരൊറ്റ തീരുമാനം, അതായത് സിന്ധു നദിയിലെ കരാറിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്ന തീരുമാനം പാകിസ്ഥാന് മുകളിൽ ഒരു ആണവ ആയുധം വർഷിക്കുന്നതിനേക്കാൾ ശക്തിയുള്ള തീരുമാനമാണ് എന്ന് നമ്മുടെ ജനതയും പാകിസ്ഥാൻ ജനതയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയുള്ള ജനജീവിതത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ നദീജലങ്ങളുടെ അവിടെ നിന്ന് കിട്ടുന്ന ജലത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയുടെ അടിസ്ഥാനത്തിലും കൃഷിയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ്. എന്നാൽ അതിനൊരു മാറ്റം വന്നാൽ ആൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായ പാകിസ്ഥാൻ, സാമ്പത്തികപരമായി തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലായ പാകിസ്ഥാൻ പൂർണ്ണമായി തകർന്നടിയുന്നതിന് അധിക സമയം വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എടുത്തിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ, അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന പാകിസ്ഥാന് സഹായം കിട്ടി കേട്ടോ. എവിടെ നിന്നാണെന്നറിയോ? ഹമാസിൻ്റെ നേതാക്കന്മാർ പാകിസ്ഥാനെ കാണാൻ വന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ അന്തർദേശീയ രംഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ തുച്ഛമാണ്. അമേരിക്ക ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു. മാത്രമല്ല ട്രംപ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ സഹായിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഭീകരവാദത്തെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു രാജ്യങ്ങളും ഇവരെ സഹായിക്കുവാൻ സാധ്യതയില്ല. നമുക്കാകട്ടെ ഇന്ത്യക്കാകട്ടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ഏറി വരികയാണ്. അതുകൊണ്ട് ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തിരിച്ചടിയായി മാറുന്നത് പാകിസ്ഥാന് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല അന്തർദേശീയ രംഗത്ത് ഇന്ത്യയുടെ നിലപാടുകൾ കൂടുതൽ സ്വീകാര്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു ഭീകരവാദിയുടെ ആക്രമണം നടന്നപ്പോൾ റഷ്യ ചെയ്തതുപോലെ അടുത്ത നിമിഷം കയറി ആക്രമണം നടത്തുകയല്ല നമ്മൾ ചെയ്തത്. മറിച്ച് സാധ്യമായിട്ടുള്ള എല്ലാ സമാധാനവും നിലനിർത്തിക്കൊണ്ട് അവർക്ക് ശക്തമായൊരു താക്കീത് നൽകുക എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ ഇതിനോടകം കൈക്കൊണ്ടിട്ടുള്ളത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാം. സമാധാനം, അവിടുത്തെ ജലം തടസ്സപ്പെടുത്തിയുകൊണ്ട് മറ്റുള്ളവർ കഷ്ടപ്പെടട്ടെ, ഞങ്ങൾ സുഖമായി എവിടെങ്കിലും താമസിക്കും എന്നാണ് ഭീകരവാദികൾ ആലോചിക്കുന്നതെങ്കിൽ ഇതിനോടകം തന്നെ അതിൽ ബന്ധപ്പെട്ടുള്ള ചില ഭീകരവാദികൾക്ക് തിരിച്ചടിയേറ്റിട്ടുണ്ടെന്ന് മാത്രമല്ല
മുമ്പ് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളൊന്നും അധികനാൾ വീട്ടിൽ കടന്നുറങ്ങിയിട്ടില്ല എന്നുള്ളൊരു ചരിത്രം പാകിസ്ഥാൻ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തികച്ചും പക്വതയോടെയുള്ള തീരുമാനം ആണെന്ന് മാത്രമല്ല, അന്തർദേശീയ രംഗത്ത് പിന്തുണ ഉറപ്പുവരുത്തുന്ന ശക്തമായ തീരുമാനങ്ങളാണ്. ഇത് പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയിൽ ഏതാണ്ട് വലിയ അപകടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെ ഒരു സൂചനയായി കൂടി കണക്കിലാക്കാം എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യ എടുത്തുള്ള തീരുമാനങ്ങൾ പാകിസ്ഥാൻ്റെ നടുവൊടിക്കുന്ന തീരുമാനങ്ങളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്.